കരുനാഗപ്പള്ളി പ്രത്യേകിച്ച് സാധാരണക്കാരാണ് കൂടുതലും ഉള്ളതുകൊണ്ടും കൺസൾട്ടിങ് ഫീസും ബാക്കിയുള്ള ചിലവുകളും കുറച്ച് കൂടുതലായിട്ട് നാട്ടുകാർക്ക് ഒരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവൃത്തികേടാണ്, ആരും സന്തോഷിച്ച് വരുന്ന സ്ഥലമല്ല. അപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് നമ്മുടെ അടുത്ത് കാണിക്കാൻ നമ്മുടെ ചിലവ് ഏതാണ്ട് 500 രൂപയോളം വരുമായിരുന്നു അല്ലേ. 500 രൂപയോളം ഒരു കാർഡിയോളജിസ്റ്റിന് ചിലവ് വരും. അതേപോലെ ന്യൂറോളജിസ്റ്റിന് 500 രൂപയോളം അടുത്ത ചിലവ് വരും. അപ്പം നമ്മളിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ 500 രൂപയുള്ളത് 250 രൂപയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ചിട്ടുണ്ട്. എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയും സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ്. ഇപ്പം കാർഡിയോളജിസ്റ്റിന് ഒരു 250 റുപ്പീസ് പറയുമ്പോൾ ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. ഒരു ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോളജിസ്റ്റ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹത്തെ കാണാൻ 600 രൂപയായിരുന്നത് ഇപ്പോൾ 250-300 രൂപയിലേക്ക് നമ്മളത് കുറച്ചിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരുടെ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർഡിയോളജിസ്റ്റിന് 250 രൂപ, ഒരു ന്യൂറോളജിസ്റ്റിന് അതേപോലെ 250 രൂപ, ഒരു ന്യൂറോ സർജനെ കാണാൻ 250 രൂപ എന്നുള്ള രീതിയിൽ അത് കുറച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പേ അത് 500-600 ആയിരുന്നു, അത് ഇത്രയും ലെവലിൽ കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് വരുന്നെങ്കിൽ 75 രൂപ എന്ന രീതിയിൽ നിരക്ക് കുറച്ചിട്ടുണ്ട്. 300 ആയിരുന്നു, അതിൽ നിന്ന് 75 കുറച്ച്. കാരണം ഇപ്പോൾ ഒരു വലിയ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇത് പ്രശ്നമല്ല. പക്ഷെ ചെറിയൊരു ചികിത്സയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു 300 രൂപ ഒരു കൺസൾട്ടിങ് ഫീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ആ ഇനിഷ്യേറ്റീവ് ഞാനല്ല എടുത്തിരിക്കുന്നത്, എൻ്റെ ഫിനാൻസ് ഡയറക്ടർ മിസ്റ്റർ അർജുനാണ്. മിസ്റ്റർ അർജുൻ്റെ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവാണ് കൺസൾട്ടിങ് ഫീസ് നമ്മൾ കരുനാഗപ്പള്ളിക്ക് കുറച്ച് കൊടുക്കണമെന്ന്. അതിന് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, കൺസൾട്ടിങ് ഫീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ 600 എന്നുള്ളത് 250-300 കുറച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ചികിത്സകൾ, ഉള്ളിലുള്ള ചികിത്സകൾ ചിലപ്പം ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റി. ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് ഇന്ന് കിംസ് വല്യത്തിൽ 95,000 രൂപയും സ്റ്റെൻറ്റിൻ്റെ പൈസയും. അപ്പോൾ സ്റ്റെൻറ്റ് എന്ന് വെച്ചാൽ സ്റ്റെൻറ്റ് ഒരു ഫിക്സഡ് കോസ്റ്റ് സ്റ്റെൻറ്റിനുണ്ട്. 35,000 മുതൽ 40,000 രൂപ വരെ വരും. ആ രോഗിക്ക് എത്ര സ്റ്റെൻറ്റ് വേണം എന്നുള്ള ആൻജിയോഗ്രാം ചെയ്തൊരു ഡോക്ടർ നിശ്ചയിക്കുന്നതാണ്. അത് നമുക്ക് മുൻകൂറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആ രോഗി ഒരു 3 ദിവസമാണ് ആശുപത്രി വാസമെങ്കിൽ 95,000 രൂപയിലേക്ക് പൈസ കൂടാത്ത രീതിയിൽ അതിനാക്കി വെച്ചു. എനിക്കൊന്ന് കേരളത്തിൽ അത് ഒരിക്കലും ആരും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. ചെയ്താൽ നല്ലത്. അപ്പം സാധാരണ ഇപ്പം കരുനാഗപ്പള്ളി പോലത്തെ ഒരു പ്രദേശത്ത്, കേരളത്തിൽ തെക്കൻ ജില്ലയാണ്, എറണാകുളം തിരുവനന്തപുരം പോലെയല്ല, കുറച്ച് സാധാരണക്കാരും അവിടെയുള്ള ചുറ്റുമുള്ള ആൾക്കാരും പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഇപ്പോൾ കൊട്ടാരക്കര പോലുള്ള സ്ഥലങ്ങൾ, പത്തനാപുരം, കൊട്ടാരക്കര, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് എപ്പോഴും കരുനാഗപ്പള്ളി കിംസ് വല്യത്തിൽ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിലൊരു 70% ആൾക്കാരോളം സാധാരണക്കാരാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു അത്യാസന നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൽ പണമുണ്ടോ പണമില്ലെന്ന് നോക്കുന്നില്ല. ഈ ആൻജിയോപ്ലാസ്റ്റി 95,000 സ്റ്റെൻറ്റിനും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ ഡെലിവറി ഒരു 25,000 രൂപയ്ക്ക് ഫുൾ കുട്ടിയോടക്കം നോർമൽ ഡെലിവറി പാക്കേജ് 25,000 രൂപയായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്.